ആണല്ലോ. അതല്ലെന്ന് അന്ന് ആശാന്റെ കവളത്ത് ശൂലം കുത്തിയപ്പോ എന്തോ നാരങ്ങ കുത്താൻ മറന്നുപോയെന്നൊക്കെ പറഞ്ഞേട്ട്. ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത കമ്മിറ്റിക്കാര് ഒരു പണി ചെയ്താൽ തീർത്ത് ചെയ്യത്തുമില്ല. ചേടാ ശൂലം കുത്തി കുത്തി ഇപ്പൊ സോഡ കുടിക്കുമ്പോ ഷവറിൽ നിന്ന് വെള്ളം വരുന്ന പോലാണല്ലോ. ആശാനെ, നമുക്ക് ഈ ഫ്രണ്ട് കെട്ടണം ഒഴിവാക്കിയാലോ? ഒക്കോണം അതുള്ളതുകൊണ്ടാ കല്യാണം തടയാൻ പറ്റുന്നത്. ആശാനെ ഒരു ഐഡിയ. എന്താ ചേട്ടാ? നമുക്ക് കർട്ടൻ മാറ്റി ഷട്ടറാക്കിയാലോ? അതാകുമ്പോ താഴ്ത്തി പൂട്ടിയ പിന്നെ പുറകിൽ നിന്നുള്ള ആക്രമണം സൂക്ഷിച്ചാൽ മതിയല്ലോ. എങ്ങനെയുണ്ട്? അയ്യോ എടാ, അത് പുറത്തുനിന്നെങ്ങാനും ആൾക്കാർ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോത്തില്ലേ? അത് ശരിയാണല്ലോ അല്ലേ. ആ അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് തുണി കൊണ്ട് ഫ്രണ്ട് കട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അവൻ ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നത്. ആശാനെ, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരു ഒറ്റ ഐഡിയ ഉള്ളൂ. എന്തോന്നു? നമുക്ക് ഈ കട്ടൻ പൊക്കാതെ ബാല കളിച്ചാലോ? എടാ, കട്ടൻ പൊക്കാതെ കളിച്ച ബാല ആര് കാണും? കർട്ടൻ പൊക്കിയിട്ട് ഇത് ആര് കാണുന്നു? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ മോളെ? ബാല കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേ എനിക്ക് സൈഡ് സീറ്റ് വേണം. അതെന്തിനാ? ഇല്ലെങ്കിൽ ഛർദിക്കും. ബാല തിരിച്ചു പോകുമ്പോ സൈഡ് സീറ്റ് ഇവക്ക് കൊടുക്കണം കേട്ടോ. ഞാൻ കൊടുക്കല, സൈഡ് സീറ്റ് എനിക്ക് വേണം. എന്നാ മോളൊരു കാര്യം ചെയ്യും, രാത്രി ബാല കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എന്റെ കൂടെ സൈഡ് സീറ്റിൽ ഇരുന്ന കേട്ടോ. പിന്നെ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, ഇന്നത്തെ പരിപാടിയുടെ കഴിഞ്ഞാ പിന്നെ ചൈന. ഇന്നത്തെ പരിപാടി കഴിഞ്ഞാ പിന്നെ ചെയിൻ പ്രോഗ്രാം ആണോ? അതല്ലെന്ന്, പിന്നെ ഇനി ഈ ചെയിനും കൂടി ഉള്ളു പണയം വെക്കാൻ. ആശാനെ ചെയിൻ പണയം വെക്കരുത്. ആശാനെ പണയം വെക്കരുത്. എന്താടാ, ആത്മാർത്ഥതയുള്ള ഒരുത്തരെങ്കിലും എന്റെ കൂട്ടത്തിലുണ്ടല്ലോ. വിറ്റുകളാ പണയം വെച്ചിട്ട് ഇത് ആര് തിരിച്ചെടുക്കാനാ? ആ ശശി എന്തി? അവൻ ഇതുവരെ വന്നില്ലേ? വന്നെന്ന് പതിവ് പോലെ കള്ളും കുടിച്ചോണ്ട് വന്നത് അവിടെ പിണയിരിപ്പുണ്ട്. അതെന്തിന്? അവന് ശമ്പളം കൂടുതൽ കൊടുക്കണമെന്ന്, പോരാത്തതിന് അവനെ ശ്രീകൃഷ്ണനും കൂടെ ആക്കണമെന്ന്. പിന്നെ ബ്രഹ്മാവ് ചെയ്യുന്ന ലാലിന് 3 മാസമായി ശമ്പളം കൊടുത്തിട്ട്, പിന്നെ ആ വടം ചെയ്യുന്ന ഇവന് പോയി വിളിച്ചോളൂ അവനെ. ശശി, നീ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. വളരെ അച്ചടക്കത്തോടും ഡിസിപ്ലിനോടും കൂടി പോകുന്ന ഒരു സമിതിയാണിത് കേട്ടോ. ശശി, നീ എന്തിനാ കള്ളു കുടിച്ചിട്ട് ഇപ്പൊ ഈ തട്ടേ കയറിയത്? സാറേ, ഞാൻ എന്തെങ്കിലും കള്ളു കുടിക്കാതെ തട്ടേ കയറിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്നാ ഞാൻ കുഴപ്പം? ഇന്ന് എന്റെ സങ്കടം കൊണ്ടാ ഞാൻ കുടിച്ചേ. നിനക്കെന്നാടാ ഇതിനും വേണ്ടി സങ്കടം? ഈ ബാലയിൽ ആകപ്പാടെ 7 വേഷമുണ്ട്. അതിൽ 4 വേഷം ആശാൻ തന്നെ ചെയ്യും. പിന്നെയുള്ളതോ രാജാവും രാജഗുരുവിന്റെയും വേഷ. അത് ധവനും ദിവനും ചെയ്യും. ബാക്കിയുള്ളവന് സ്ഥിരമായിട്ട് ഭടൻ, ഭൂതം, രാക്ഷസൻ ഇങ്ങനെയുള്ള വേഷങ്ങളാ. നിന്റെ രൂപത്തിന് പറ്റിയ ഏറ്റവും നല്ല വേഷമാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശാനെ, അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും ഒരു ഡയലോഗുള്ള വേഷം എനിക്ക് തന്നുകൂടെ? എന്തിനാ ആശാനെ എന്നോട് അണവണങ്ങണ? എന്നാണ്? അവഗണന ആയിരിക്കുള്ളൂ അല്ലേ? അതെ അതെ കേട്ടാ, ഇതാണ് ഞാൻ ഇവന് ഡയലോഗ് ഉള്ള ഒരു വേഷം പോലും കൊടുക്കാത്തത്. ആശാനെ, ആ വൈരാഗ്യത്തിലാണ് ഇവന്റെ ഭാര്യ വീടിന്റെ അടുത്ത് ബുക്ക് ചെയ്ത് നോട്ടീസ് അടിച്ച ബാലെ ഇവൻ തന്നെ ക്യാൻസൽ ചെയ്തത്. ആയോടാ? അത് അതുകൊണ്ടല്ലെന്ന്. നിങ്ങൾ ആ നോട്ടീസ് കണ്ടില്ലേ? എന്തോന്നു? ബാലെ കഴിഞ്ഞ് ഉത്സവ ബലി ഉണ്ടായിരിക്കുന്നു. വെറുതെ എന്തിനാ ബലിക്കല്ലെ കൊണ്ട് തലവെച്ച് കൊടുക്കണേ? ഇതൊന്നും അല്ല എന്റെ വിഷയം. പിന്നെ എന്നതാ? ഈ ബാലയിൽ അവസാന സീനിൽ യുദ്ധം ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിന് കഴിഞ്ഞ സ്റ്റേജിൽ ഈ ബാലയുടെ അവസാനം എന്നെ ഉൾപ്പെടുത്താതെ യുദ്ധം നടത്തി? എടാ വേട്ടാവളിയാ, അത് യുദ്ധമായിരുന്നോ? പിന്നെ എടാ, ബാലെ പൊളിഞ്ഞിട്ട് കമ്മിറ്റിക്കാർ സ്റ്റേജിൽ കയറി തല്ലുവല്ലായിരുന്നോ? കളർലൈറ്റ് ഫ്ലിക്കറും വന്നപ്പോ ഞാൻ ഓർത്ത് യുദ്ധമാണെന്ന്. അത് ആശാന്റെ മോഹൻ കമ്മിറ്റിക്കാരെ ആ സ്വിച്ച് ബോർഡിൽ വെച്ച് ഉറച്ചതാ. നിന്റെ അമ്മയുടെ അനിയത്തിയുടെ വീടിന്റെ അടുത്ത സ്റ്റേജിൽ നിന്നെ ഞാൻ കൃഷ്ണനാക്കാം. അപ്പൊ ഇത് ആശാന്റെ അമ്മയുടെ അനിയത്തിയുടെ വീടിനടുത്തുള്ള സ്റ്റേജ് ആണോ? അവിടുന്ന് അപ്പൊ എല്ലാരോടും കൂടി ഒരു കാര്യം പറയാൻ പോവാണ്. ഞാൻ ബാല തുടങ്ങാൻ പോവാ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം. ആശാനെ, എനിക്കൊരു സംശയം. ചോദിച്ചു. നമ്മുടെ നടി പ്രമേളയും ലൈറ്റ് ഓപ്പറേറ്റർ ആയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ചേട്ടവനെ, എടാ ബാലയുടെ ഇടയ്ക്കുള്ള എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാനാ പറഞ്ഞത്. ബാലയുടെ ഇടയ്ക്കുള്ള ആ ലൈറ്റ് ഓഫിലാണ് എനിക്ക് സംശയം. ആണോടാ? ആശാനെ, നിന്റെ സംശയം ചോദിച്ചു. ആശാനെ, ഈ ഇന്റർവെൽ കഴിഞ്ഞിട്ടേ എന്റെ ആദ്യത്തെ സീൻ എപ്പോഴാ വരുന്നേ? ആദ്യം ഇത് ഇന്റർവെല് വരെ എത്തുമെന്നൊന്ന് നോക്കട്ടെ, എന്നിട്ടല്ലേ ഇന്റർവെല് കഴിഞ്ഞുള്ള കാര്യം. എന്റെ പൊന്നു മക്കളെ, ഇന്ന് നമ്മുടെ 16ാമത്തെ സ്റ്റേജാ. കഴിഞ്ഞ 11 സ്റ്റേജും തട്ടിമുട്ടി 100 വ്യത്യാസത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇന്നും രക്ഷപ്പെടും. ഏത് രൂപത്തിലാണെന്നോ ഏത് വഴി കൂടാണെന്നോ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എല്ലാരും മനസ്സുരുകി പ്രാർത്ഥിച്ചോണം. സിടികുരുങ്ങലെ ബാലപൊളിയല്ലേ അമ്പലത്തിൽ വാഴും തമ്പുരാന്. ഈ അമ്പലത്തിൽ വാഴും തമ്പുരാന് കുറ്റം കുറവുകളേറെയുണ്ട്. തല്ലാനും കൊല്ലാനും വന്നിടല്ലേ. അന്യദേശത്തുനിന്ന് അന്നം തേടി വന്ന ഒരു വട്ടം പാവങ്ങളാകാരന്മാർ ഞങ്ങളെ അങ്ങനെ കണ്ടിടല്ലേ. കായികമായിട്ടു നേരിടല്ലേ. കൂമ്പിരിടിച്ചിട്ട് വീഴ്ത്തിടല്ലേ.